ഇതിപ്പോൾ മാവ് ഫ്ലവർ ചെയ്തു. ഫ്ലവർ ചെയ്യുമ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് കാണുമ്പോൾ ആളുകൾ വിചാരിത് മൊത്തം മാങ്ങയാവുന്നു. അങ്ങനെയല്ല. ഇതിൽ ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കേണ്ടി വരും. ഓക്കെ, ആ ഫീമെയിൽ ഫ്ലവേഴ്സ് ഇതിനായിട്ട് പോളിനേഷൻ നടന്ന് അത് ഫെർട്ടൈലായി കഴിഞ്ഞാൽ മാത്രമേ അത് കായ പിടിക്കുള്ളൂ. മനസ്സ് കായ പിടിച്ചു കഴിഞ്ഞാലും മാവിൻ്റെ ജനറ്റിക്സ് അനുസരിച്ച് ഇത് ജഹാംഗീർ വെറൈറ്റിയിൽ പെട്ട ഒരു മാങ്ങയാണ്. നമ്മൾ PK ജഹാംഗീർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഉണ്ടോ, സോറി, അതൊക്കെ ഉണ്ടോ, ഇത് ഒരു കൊലയിൽ 1 അല്ലെങ്കിൽ 2. കാരണം ഇതിനത്ര ഇത് വലിയ സൈസ് മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ജനറ്റിക്കലി ഈ ഇതിലൊക്കെ ഉണ്ടോ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആകെ ഒരു മാങ്ങയാണ് അതിൽ പിടിച്ചേക്കുന്നത്. ഇത് കൊലകൊലയായിട്ട് പിടിക്കില്ല. ചില കൊലകൊലയായിട്ട് പിടിക്കുന്ന നാടൻ വെറൈറ്റികൾ ഉണ്ടാവും, പക്ഷേ ഇതങ്ങനെ പിടിക്കില്ല. കാരണം ഇത് വലിയ സൈസ് ആയതുകൊണ്ട് മരത്തിന് എത്രത്തോളം താങ്ങാൻ പറ്റുമോ അത്രത്തോളം ഇതിൽ പിടിക്കുള്ളൂ. പിന്നെ കൂടാതെ വൺസ് മാവ് ഫ്ലവറായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കരിഞ്ഞ പൂവുകളും മറ്റൊക്കെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്താണെങ്കിൽ നമ്മൾ എടുത്ത് ഒഴിവാക്കി കൊടുക്കും. കാരണം ഇത് നിന്നിട്ട് ഇതിന്ന് ഫംഗസ് വന്ന് ഈ പറയുന്ന പഴം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ്ലി ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഇത് കണ്ടോ, ഇവിടെ വന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇദ്ദേഹമാണ് അല്ല ഈ പറയുന്ന ഒരു എലപ്പേൻ എന്ന് പറയുന്ന നമ്മളെ തേയിലക്കൊതുക് എന്നൊക്കെ പറയുന്ന പോലത്തെ പിന്നെ മാംഗോ ഹോപ്പർ, ഫ്ലവർ ഹോപ്പേഴ്സ് എന്ന് പറയുന്ന ചെറിയൊരു പേന പോലത്തെ ഒരു ജീവി ഉണ്ടാവും. ഇവർ വന്നിട്ട് ഇതിൻ്റെ തണ്ടിൽ നീരുറ്റി ഇതാ അതിൽ പേന പോകുന്നുണ്ടോ, കാണുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവർ വന്നിട്ട് ഈ തണ്ടിലുള്ള സാപ്പ് ഇതിൻ്റെ നീര് മൊത്തം ഊറ്റി കുടിക്കും. നീര് ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലവർ പാനിക്കിൾസിൻ്റെ എല്ലാ ഹെൽത്തും പോവും. സ്വാഭാവികമായിട്ടും ഫ്രൂട്ട് ഡ്രോപ്പ് വരും, പ്രോപ്പറായിട്ട് കായ പിടിക്കില്ല, പിടിച്ച കായകൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ തണ്ട് മൊത്തം ഇവർ നശിപ്പിച്ചിട്ടുണ്ട്, എല്ലാ സത്തുക്കളും ഇവർ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് തന്നെ തുടക്കത്തിൽ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുന്നവർക്ക് അങ്ങനെ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ അത് കെമിക്കലായിക്കോട്ടെ ഓർഗാനിക് ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്പ്രേ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കേസ് വരുന്നതിൽ ഫംഗസാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ നാച്ചുറലായിട്ടുള്ള ഫംഗിസൈഡ് സ്പ്രേ ചെയ്യേണ്ടവർക്ക് നാച്ചുറലായിട്ടുള്ള ഫംഗിസൈഡ് സ്പ്രേ ചെയ്യും, കെമിക്കലായിട്ട് വേണ്ടവർക്ക് കെമിക്കലായിട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യം അനുസരിച്ച് അവരുടെ സാഹചര്യം അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് മഞ്ഞ് വന്ന് നിന്ന് ഇതിൽ ഫംഗസ് നിൽക്കും. ഫംഗസ് വന്നു കഴിഞ്ഞാൽ പൂവുകൾ കരിഞ്ഞു പോകും. അപ്പോൾ ഈ പൂവുകളെ കായാക്കി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മാമ്പഴ കർഷകരൊക്കെ ഇത്തരം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ചെയ്യുന്നത്. കൂടാതെ ഇതിനുള്ള ന്യൂട്രീഷനും കാര്യങ്ങളും കാൽഷ്യം, ബോറോൺ, മഗ്നീഷ്യം ഇതൊക്കെ എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ കാൽഷ്യം ബോറോണും വെരി 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 എസെൻഷ്യലാണ്. ഈ സമയത്ത് കാൽഷ്യം ബോറോണാണ് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ പാനിക്കിൾസ് വരാനും അതിൻ്റെ ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട് ചെയ്യാനും കായയുടെ സൈസ് കൂടാനും തൂക്കം കൂടാനും ഈവൻ അതിൻ്റെ മധുരം പ്രോപ്പറായിട്ട് വരാനും അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഇഷ്യൂസ് മറ്റ് ഡിസീസുകളൊക്കെ റെസിസ്റ്റ് ചെയ്യാനൊക്കെ കാൽഷ്യം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടാഷ്യം വേണം, പക്ഷേ ഈക്വലി കാൽഷ്യം ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ കെയറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ഒരു ഇതിന് കിട്ടും. നമുക്ക് മാർക്കറ്റ് ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സും കിട്ടും. ഈ കുത്തും കറയും കോമയും ഇല്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ എങ്ങനെ മാർക്കറ്റിൽ വരുന്നത് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് അവ വരുന്നത്. ഇപ്പോൾ ഈ വെറൈറ്റി ജഹാംഗീർ കണ്ടാൽ അറിയാവുന്നുണ്ടാവും, തളിര് വരുന്നുണ്ട്, പൂ വരുന്നുണ്ട്. ഇപ്പോൾ മാവിന് നല്ലൊരു കാലാവസ്ഥയാണ് ഈ 2026, 25-26 സീസൺ എന്ന് പറയുന്നത്. നല്ലൊരു ബെസ്റ്റ് ടൈമാണ് മാവിനെ സംബന്ധിച്ചിടത്തോളം. ഈ വർഷം മിക്കവാറും എല്ലാവർക്കും ജാക്ക് പോട്ട് അടിച്ച പോലെ മാവ് കഴിക്കുന്ന ഫ്ലവർ ഹോപ്പർ അറ്റാക്ക് ചെയ്ത എൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതേപോലെ ആക്കിക്കണല്ലേ. ഇത് അകത്തുനിന്ന് നീര് ഊറ്റി തണ്ട് കേടാക്കി വെച്ചോണ്ടാ. അപ്പോൾ ഈ തണ്ട് കേടാക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഈ കൂടുന്നുണ്ട്, കായ്ക്കുന്നില്ല, കായ പിടിക്കുന്നില്ല, കായ ഒഴിഞ്ഞു പോകുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഇതിൻ്റെ നീര് മൊത്തം വലിച്ചു പോയി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ന്യൂട്രീഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇത് കാണൂല. ഈ വളരെ ചെറിയ പാറിപ്പോകുന്ന ഒരു ചെറിയൊരു പ്രാണിയാണ്. ഫോട്ടോ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ മാനേജ് ചെയ്തെടുത്താൽ നല്ല പഴം കഴിക്കാം.